ഗസയിൽ UN-ൻ്റെ ഒരു മുന്നറിയിപ്പ്, അതായത് 48 മണിക്കൂറിനുള്ളിൽ അവശ്യ വസ്തുക്കൾ എത്തിയില്ലെങ്കിൽ 14,000-ഓളം കുട്ടികൾ കൊല്ലപ്പെടും. ഒപ്പം തന്നെ ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന അക്രമം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ഇസ്രായേൽ അത് നമ്മൾ ഇന്നലെയും അത് ചർച്ച ചെയ്തതാണ്. ഇസ്രായേൽ അത് അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇടയ്ക്കൊന്ന് ഈ റിലീഫ് മെറ്റീരിയൽസ് ഒന്നകത്തേക്ക് കയറ്റിവിടും. 2-3 ട്രക്ക് എന്തെങ്കിലും ഗോതമ്പ് പൊടിയോ കുറച്ച് മരുന്നോ പാരസെറ്റമോളോ ഒക്കെ കയറ്റി അങ്ങ് വിടും. അത് അവരുടെ ഒരു വിനോദമാണ്. ഇതെല്ലാം കൂടെ നിർത്തി വയ്ക്കുക, വലിയ നിലവിളിയും കരച്ചിലും ഒക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് തുറന്നു കൊടുക്കുക, പിന്നെയും അടയ്ക്കുക. ഇതിങ്ങനെ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എത്ര കാലമായി ഇത്. പക്ഷേ ഒരു കാര്യം, ഇസ്രായേൽ ഒരു 72 മണിക്കൂർ കൊണ്ട് ഗാസ തവിടുപൊടിയാക്കിയിട്ട് കയ്യിലാക്കും എന്ന് വിചാരിച്ചു. അത് നടന്നില്ല. അമേരിക്ക വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഗാസ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നർത്ഥം, വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഇറാൻ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് ഇറാൻ്റെ ആണവ നിലയങ്ങളിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തും. അമേരിക്ക ഇറാനുമായിട്ട് ഒരു ധാരണയിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇസ്രായേൽ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ നിൽക്കുന്നുണ്ട്. ചെയ്യുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഗാസയിൽ ആ സമാധാനമൊന്നും ഉടനെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഒരു ആശാകിരണമുള്ളത് ഇന്നത്തെ ദേശാഭിമാനിയിലൊരു വാർത്തയാണ്. ഞാൻ ഇത് സിനിജി ചോദിക്കുമെന്ന് വിചാരിച്ചെടുത്തുകൊണ്ട് വന്നൊന്നുമില്ല. സിനിജിയുടെ തന്നെ സ്റ്റോക്കിൽ നിന്ന് ഇന്നത്തെ ദേശാഭിമാനി കാണും. ഞാനതിൽ ആ വാർത്ത ഞാൻ വായിക്കാം. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഞെട്ടാൻ തയ്യാറായിക്കൊള്ളാം. ഇസ്രായേൽ കടന്നാക്രമണം അവസാനിപ്പിക്കണം, CPIM. ന്യൂഡൽഹി. ഗാസയിലെ ഇസ്രായേൽ കടന്നാക്രമണം എത്രയും വേഗം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. നിസ്സാരക്കാരല്ല, പോളിറ്റ് ബ്യൂറോയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞു, ഇസ്രായേലിൻ്റെ കഥ കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതിൽ PB കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വെറും ആശങ്കയല്ല, കടുപ്പപ്പെട്ടതാണ്. ഏപ്രിലിൽ മാത്രം ഇസ്രായേലിൻ്റെ കരവ്യോമ ആക്രമണങ്ങളിൽ 2037 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 2037 പേര് ഏപ്രിലിൽ മാത്രം. MA ബേബി പോയി ചുണ്ണാമ്പ് തൊട്ട് ശവശരീരങ്ങൾ എണ്ണി 2037 കൃത്യ എണ്ണം നമുക്ക് തന്നിരിക്കുക. ഇത് ഇവരുടെ ഹമാസിൻ്റെയിലും ഉണ്ടാവില്ല, ഇസ്രായേലിൻ്റെയിലും ഇത്ര കൃത്യമായ കണക്കുണ്ടാവില്ല. 2000-ഓളം എന്നൊക്കെ അവർ പറയുള്ളൂ. ഇങ്ങനെ കൃത്യമായിട്ട് 2037. അങ്ങനെ 2023 ഒക്ടോബർ 7 മുതൽ മൊത്തം 53,384 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഇതിലെ 94% സാധാരണക്കാരാണ്. അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് അവിടുത്തെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പരിശോധിച്ച് നോക്കിയിട്ടാണ് പോളിറ്റ് ബ്യൂറോ ഇത് പറയുന്നത്. 94%, 95 ആക്കരുത്, 94% കൃത്യം സാധാരണക്കാരാണ്. അതിൽ 51% കുട്ടികളും 16% സ്ത്രീകളും 8% മുതിർന്നവരുമാണ്. ഗർഭിണികളുടെ കണക്കില്ല. സാധാരണ പാലസ്തീനിൽ ഈ പെർപ്പച്വൽ ഗർഭിണി, എപ്പോൾ നോക്കിയാലും ആ സ്ത്രീ ഗർഭിണിയാണ്. ഈ ഇഷ്യൂ തുടങ്ങിയ കാലം മുതൽ ഈ സ്ത്രീക്ക് ഗർഭമുണ്ട്, ഇവർ പ്രസവിക്കുന്നില്ല. ഇങ്ങനെ ഗർഭിണികൾ പാലസ്തീനിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ എണ്ണം കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ 81% കുട്ടികൾ, 16% സ്ത്രീകൾ, 8% മുതിർന്നവർ. അപ്പോൾ ഈ സ്ത്രീകളാരും മുതിർന്നവരല്ലേ? ഏതായാലും പോളിറ്റ് ബ്യൂറോയാണ്, അങ്ങോട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ദീർഘകാല ആവശ്യത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതിനൊപ്പം പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു PB പ്രസ്താവനയിൽ പറഞ്ഞു. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ PB ഇതെവിടെ ഡൽഹിയിൽ നിന്നാണ് വാർത്ത. PBക്കാർ ഏകദേശം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ളവരല്ലേ, 1-2 പേരെങ്കിലും പുറത്തുനിന്നുള്ളവരുണ്ട്. അവരോട് ഫോണിലൊക്കെ സംസാരിച്ചുമ്പോൾ അവൈലബിൾ PB എന്നൊക്കെ പറഞ്ഞിട്ട് ഏർപ്പാടുണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, PBയുടെ തീട്ടൂരം വന്ന സ്ഥിതിക്ക് ഇനി ഇസ്രായേൽ കുറേ വിഷമിക്കും. നമ്മളൊന്നും വിചാരിച്ച പോലെയല്ല, ട്രംപ് പറഞ്ഞ പോലെയൊന്നുമല്ല. ഈ MA ബേബി പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിനെ കേട്ടേ പറ്റൂ. അപ്പോൾ ഈ നെതന്യാഹുവിനെ ഏത് ഭാഷയിലായിരിക്കും അറിയിക്കുക? അത് ഇയാൾ നമ്മളുടെ ബ്രിട്ടാസ് ചെയ്തോളും. ഭാഷാന്തരീകരണത്തിൽ
ഗോളാന്തര ബിരുദം ഉള്ള ബ്രിട്ടാസ് അത് ഭംഗിയായിട്ട് ചെയ്തു നെതന്യാഹുവിന് വായിക്കാൻ പറ്റിയ രീതിയിൽ ആക്കി കൊടുക്കും. പക്ഷേ സംഭവം ഇത് നെതന്യാഹു ഞെട്ടുകയും സീരിയസ് ആയിട്ട് ഈ ഏർപ്പാട് വെടിനിർത്തൽ നടത്തുക, അവിടെയുള്ളവർക്ക് പിന്നെ പാലസ്തീൻ സ്വതന്ത്ര പാലസ്തീൻ പ്രഖ്യാപിക്കുക, ഇതുപോലെയൊക്കെയുള്ള കോൺസിക്വൻസസ് ഈ പോളിറ്റ് ബ്യൂറോ ഇടപെടലിൽ നിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് ഏക പ്രതീക്ഷയുള്ളത്. ബാക്കി നാട്ടിലെ ആൾക്കാർ മുഴുവൻ ഇടപെട്ട് നോക്കി, രക്ഷയില്ല, അവിടെ ഒന്നും രക്ഷയില്ല. ഇനി ഇടപെടാൻ ആരും ബാക്കിയില്ല. നാറ്റോ രാജ്യങ്ങൾ മുഴുവൻ ഇടപെട്ടു, ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ട്, ഇറ്റലി, ജർമ്മനി, അവർ ഫ്രാൻസ് ഒക്കെ രക്ഷയില്ല. അമേരിക്ക നേരിട്ട് ഇടപെട്ടു. ട്രംപ് നേരിട്ട് പോയി സംസാരിച്ചു, 2 തവണ സംസാരിച്ചു. നെതന്യാഹുവിനെ വിളിച്ചു വരുത്തി സംസാരിച്ചു, ഒന്നും നടന്നില്ല. മോദി വരെ ഇടപെട്ട് നോക്കി. ഗൾഫ് രാജ്യങ്ങൾ, ഒമാൻ, സൗദി അറേബ്യ, UAE അവരൊക്കെ ഇടപെട്ട് നോക്കി. ഖത്തർ ഇടപെട്ട് നോക്കി, ഒന്നും നിന്നില്ല. അവസാനം അറ്റ കൈക്കാണ് MA ബേബി ഇടപെടാൻ തീരുമാനിച്ചത്. അതിൽ നമ്മൾ ലോകസമാധാനം വരുത്തുക എന്നുള്ള കാര്യത്തിൽ MA ബേബിയെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചില മുമ്പ് പറഞ്ഞപ്പോൾ ഇറാനാണ് ഇതിനകത്ത് ആണവ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇറാനും ഈ CPM തമ്മിലുള്ള അന്തർധാരയായിരിക്കും ഇത്തരം ഒരു നീക്കത്തിന് വേണ്ടി? അതുകൊണ്ടാവാം. കാരണം ഈ CPMൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്കുള്ള അന്താരാഷ്ട്ര കണക്ഷൻസ് ഉണ്ടല്ല, അത് പ്രവചനാതീതമാണ്. വെറുതെയില്ല. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം സ്തംഭിക്കും, ലോകം വീണ്ടും ചലിച്ചു തുടങ്ങും. ക്ലോക്ക് നിർത്താനും ക്ലോക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും PBക്ക് അറിയാം, പോളിറ്റ് ബ്യൂറോയ്ക്ക് അറിയാം. അത് ബാറ്ററി ഊരിയിട്ടായിരിക്കും. ബാറ്ററി ഊരിയിട്ടോ കൈകൊണ്ട് ബലം പ്രയോഗിച്ചോ സൂചി ഒടിച്ചോ എങ്ങനെയാണെങ്കിലും അതവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തതല്ലേ ബേബി, ഈ ഒരാഴ്ച കൊണ്ട് ട്രംപിൻ്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. നമ്മുടെ മലയാള മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. ട്രംപിൻ്റെ നീക്കങ്ങൾ പാർട്ടി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ആ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് എടുക്കേണ്ട നിലപാടുകൾ അടുത്ത ആഴ്ച ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ കാലേ കൂട്ടി പുടിനോട് സംസാരിക്കുക, അല്ല മോദിയോട് സംസാരിക്കില്ല, അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ ഹിന്ദു സവർണ ഫാസിസ്റ്റ് കോടാലി അയാൾ പറഞ്ഞിട്ട് നേരെ അയാൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ചു. ഷെഹബാസ് ഷെരീഫിനോട് സംസാരിക്കും, ഖമനയിയോട് സംസാരിക്കും. ഇവരോടൊക്കെ സംസാരിച്ച് നല്ല ബന്ധം ഉണ്ടാക്കിയിട്ടാണ് ഇസ്രായേലിന് ഈ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ചാൻസാണ്. ഇത് ഇസ്രായേൽ കടഞ്ഞു കുളിക്കുകയാണെങ്കിൽ പിന്നെ ഇസ്രായേൽ ഇല്ലയെന്ന് വിചാരിച്ചു. MA ബേബിക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇസ്രായേലിന് ഭാവിയില്ല. അപ്പോൾ ഈ 48 മണിക്കൂറിനുള്ളിൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് UN പറഞ്ഞു. അപ്പോൾ UNൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ട് കാണില്ലേ? UNൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. പിന്നെ തീർച്ചയായിട്ടും UNൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. UNനോടും യുട്രസിനോട് പറഞ്ഞിട്ടായിരിക്കും ഈ പ്രമേയം PB എഴുതി തയ്യാറാക്കിയിട്ട് പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുക. മറ്റ് പത്രങ്ങളൊന്നും ഇതിനൊരു പ്രാമുഖ്യം കൊടുത്തില്ല. ദേശാഭിമാനി ആയതുകൊണ്ട് നേരത്തെ അറിയാൻ പറ്റി, അല്ലെങ്കിൽ വല്ലാതെ താമസിച്ചു പോകാനെ നമ്മൾ. പക്ഷേ UN അതൊരു പ്രഖ്യാപനമായിട്ട് അറിയിക്കേണ്ടതായിരുന്നില്ലേ? കാരണം ഞങ്ങൾ ഇത്രയും വലിയ കഷ്ടപ്പാട് ചെയ്യുന്നു, രാജ്യാന്തര തലത്തിൽ ഇടപെടൽ നടത്തുന്നു. പക്ഷേ ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ നിലപാട് മാറ്റി എന്നുള്ള കാര്യം. അല്ല, ഇസ്രായേൽ നിലപാട് മാറ്റിയിട്ടില്ല. മാറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. കാരണം പേടിക്കുമല്ലോ. MA ബേബി പറയുമ്പോൾ ആർക്കും ഒരു പേടി തോന്നും. വാസ്തവത്തിൽ ഗ്യുറ്ററസ് തന്നെ MA ബേബിയെ വിളിച്ച് പറഞ്ഞാണ്, ചേട്ടാ ഞാൻ പറഞ്ഞിട്ടൊന്നും നിൽക്കുന്നില്ല, ആര് പറഞ്ഞാലും നെതന്യാഹു കേൾക്കുന്നില്ല. അപ്പോൾ MA ബേബി പറയും, ഓ ഞാനൊക്കെ ഇടപെടേണ്ട കാര്യമുണ്ടോ? അത്ര സീരിയസ് ആണോ? അതെ, അത് ഇടപെടണം. അപ്പോൾ ഒരു സംഘത്തെ അങ്ങോട്ട് അയച്ച് അങ്ങനെയാണ് ഈ എണ്ണി നോക്കിയിട്ട് ഇത്ര ആൾ, ഏപ്രിൽ മാത്രം 2037 പേര്, ഇതൊക്കെ അവിടെ പോയി എണ്ണി നോക്കിയിട്ട് ആണ് പോളിറ്റ് ബ്യൂറോ ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. നേരിട്ട് അവിടെ പോയി ആളുകളുടെ വരുമാനം, ആയുസ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അവിടുത്തെ വില്ലേജ് ഓഫീസർമാരെ പോയി കണ്ടിട്ട് ഇവരുടെയൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു. ഇവർ സാധാരണക്കാരാണോ അതോ വലിയ പണക്കാരാണോ? ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. അത് നിസ്സാരമെന്ന് വിചാരിക്കരുത്. ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കുറച്ച് കാണരുത്, അതേ എനിക്ക് പറയുന്നു. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഏറ്റുമുട്ടൽ സംഘർഷമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഈ ഗസയിലെ ഇസ്രായേലിലെ പ്രശ്നമൊക്കെ എല്ലാവരും മറന്നിരിക്കരുത്. അപ്പോൾ CPMൻ്റെ ഒരു ഇടപെടൽ വരുന്നു, UNൻ്റെ ഇടപെടൽ വരുന്നു, രണ്ടും വലിയ ചർച്ചയിലേക്ക് മാറുന്നു. അങ്ങനെയാണോ വരുന്നുണ്ട്? അല്ല, UNൻ്റെ ഇടപെടൽ സാധാരണ ഇടപെടലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുക, അതിന് വാല്യൂ ഇല്ല.
CPM-ൻ്റെ ഇടപെടൽ അങ്ങനെയല്ല. ഇതുവരെ CPM പോളിറ്റ് ബ്യൂറോ ഇങ്ങനെ പാലസ്തീനെ പിന്തുണച്ച് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്ത് ഒരു പ്രമേയം പാസ്സാക്കിയതായിട്ട് എനിക്കറിയില്ല. ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആ സ്ഥിതി വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നെതന്യാഹുവിന് യുദ്ധം നിർത്തുകയാണ് ഏക പോംവഴി. നിർത്തിയില്ലെങ്കിൽ നെതന്യാഹു പിന്നെ ഭാവിയില്ല. നെതന്യാഹുവിനും ഭാവിയില്ല, ഇസ്രായേലിനും ഭാവിയില്ല. വളരെ അത്ര അതിശക്തമായ നടപടികളുമായിട്ട് CPM മുന്നോട്ട് പോകും. അപ്പോൾ ഇവരിപ്പം അയച്ചു കാണുമോ ഇതൊക്കെ, ഈ സംഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞ് കാണുമോ? എന്താ അറിയിച്ചിട്ടുണ്ടാവും. നമുക്ക് പിന്നെ result? പിന്നെ അത് റിസൾട്ട് വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.